എന്തുവാ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ. സർ ജയദേവാ, ഓള് കുട്ടിയല്ലേ, സാരമില്ല. ഞാൻ മാപ്പി വെക്കുന്നു. കൊണ്ടുമൂടിയാലും പൂ കണ്ടുമൂടിയാലും അമ്മ കാണുന്നു, ഈ അമ്മ കാണുന്നു. മലിനമാക്കി, പങ്കിടമാക്കി, എന്റെ കുളം നീ അശുദ്ധമാക്കി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറില്ല 2 ദിവസമായിട്ട്. കൂട്ടുകക്ഷീസൊക്കെ മുങ്ങിയോ? ആ കള്ള് ഹാർമോണിയം തവലയും. ഓ, പുതിയ ബോംബോ റോക്കറ്റോ ഉണ്ടാക്കി ഇനിയിപ്പോ ക്യാമ്പിനകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ? എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു, താനൊന്നും മിണ്ടുന്നുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് സംഭവിച്ചു, ശിക്ഷയും കിട്ടി. ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട്? ഞാനും ചെയ്തത് തെറ്റാ, ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയും? എനിക്കറിയാം. എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും തനിക്കെന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ. പെട്ടി വേണോ ചിട്ടി വേണോ? അയ്യോ, ഒന്ന് പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. 2 വെള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്. മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പ് അല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി, ചേട്ടനെ പോന്നു. ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി. എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും, പിച്ചൈമണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽപേട്ട സെൻട്രൽ ജയിലിൽ 2 ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും.
നീ കുറെ നാളായിരടാ കളിക്കിനെ പന്നി. നിർത്തടാ നിന്റെ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ. വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്. നീ ഓടാ അവിടുന്ന് വെട്ടിപ്പറ്റി. എന്തു ചെയ്തും കാരണവന്മാർ യോജിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ചൊരു സ്വാർത്ഥതയുണ്ട്. പ്രാർത്ഥനയുടെ പില്ലെന്ന് കൂട്ടിക്കോളൂ. അറിയാം. ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുതർക്കം മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്. അകത്തളത്തിനും അപ്പുറത്തു നിന്ന് എപ്പോഴൊക്കെയോ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രക്കുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തില് വടക്കുംപുറവും തെക്കുംപുറവും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന്. ദേവപ്രശ്നത്തിൽ കുളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പറഞ്ഞത് ആഞ്ഞിലിമഠം തന്ത്രിയുമാവുമ്പോ അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേഴത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യമാണ്. കല്ലെഴുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുള്ളൂ. പമ്പ് സെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്. കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്ന് അവര് പറയണേ. അതെയോ? തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പോ നന്നായേ. റിസീവറുമായി ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടരും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്ന് ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ? ഒപ്പിട്ട കുട്ടി സത്യമുള്ള കുള ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞതാണ് വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്. ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ആടാനോ പാടാനോ വരുന്ന പെമ്പിള്ളേരെ സംഘം ചേർന്ന് അപമാനിക്കും അല്ല?
ഇങ്ങോട്ട് വാ. സന്തോഷമുള്ളൊരു വർത്തമാനം കേൾക്കണം. മാമൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഉഗ്രം കാഴ്ചയുണ്ട്. അമ്പലക്കടം കമ്പും കോലൊക്കെ വെച്ചിട്ട് 4-5 ആൾക്കാർ കൂടി ഒരുത്തനെ പെരുമാറുന്നു. ആളാതാന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടരുത്. പറയട്ടെ, നമ്മുടെ ശത്രു ചക്കപ്പുഴ കഥാകരണം ജയദേവൻ. ഇനി അവൻ അധികകാലം കഥ പറയും തോന്നുന്നില്ല. അതിന് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്റെ മോളെ എന്തുമാതിരി തല്ല അവന്മാർ തല്ലിയത്. ഒന്നില്ലെങ്കിലും നമ്മളെപ്പോലെ വയറ്റപ്പഴുപ്പിന് വന്നവനല്ലേ. പാവം. എന്റെ ഭഗവതിയാണ് സത്യം. മോള് പിണഞ്ഞാലും വേണ്ടില്ല, എന്നെ ഇവിടെ ആട്ടി പറഞ്ഞയച്ചാലും വേണ്ടില്ല. മാമൻ അയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോളെ മാമൻ ഈ കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ? മോളെ എന്തു പറ്റി? മോള് അയാളെ ഇത് കൂട്ട? അപ്പോ കൂട്ടായോ? എന്റെ ഭഗവതി. തീർന്നു. ഒരുപാട് വേദനിച്ചോ? ഈ പാതിരായ്ക്ക് ഇങ്ങോട്ട് ഓടി വരണം ആരെങ്കിലും കണ്ടാല്? പാതിരായ്ക്ക് ഒരാൾ ഇറങ്ങിയിടന്നിട്ട് ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ വരാണ്ടിരിക്കുക? തന്നെ എന്നെ ഇങ്ങനെ ഒരിടത്ത് ഈ നേരത്ത് കണ്ടാല് ആളോള് എന്താ പറയാന്നറിയോ? പറഞ്ഞോട്ടെ, അപ്പറയണത് എനിക്കിഷ്ട. പാതിരായ്ക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു കലാകാരനെ ഒരു കൂട്ടം പേർ ചേർന്ന് കയ്യേറ്റം ചെയ്ത വാർത്ത ഞാൻ അറിഞ്ഞപ്പോ വളരെ ലേറ്റ് ആയി പോയി. ഞാനെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അറിഞ്ഞാൽ അവരെ വെല്ലുവിളിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതെ അതെ, ശത്രുവിനെതിരെ. മാട്ടും മാതിരിയും കണ്ട് നിന്റെ എല്ലാം ഈ കാര്യത്തിനയച്ച എന്നെ വേണം പറയാൻ. സാധിക്കില്ലേ? പറയടോ, ഞാൻ തന്നെ പോവാം. അത് വേണ്ട. ഇണങ്ങി നിൽക്കുന്നവർക്ക് ഞാൻ എന്നും തിരുമേനിയാണ്. ഇണങ്ങിയാൽ ഇത് നിങ്ങൾക്കും ബാധകമാണ്. മറക്കണ്ട. പൊക്കോ. കുറുപ്പേ, പുതിയ സന്നാഹങ്ങൾ വേണ്ടിവരും. ഒരുക്കാം.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള 4 സ്വർണ്ണ കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ? പിന്നെ കൊണ്ടിരുന്നത് കണ്ടു കാണും. കണ്ട് കാണുന്ന അങ്ങനത്തെ ന്യായം പറയരുത്. കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. അറിയോ? നീ എങ്ങനെയാണാ പറയുന്നത്? നീ വരുത്തണല്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു ആരാ? ടിപ്പു ഞാനും വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം, ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ വല്ല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ആംഗ്ലയോ? എന്റെ അച്ഛനെ പറ്റി പറഞ്ഞോ? ടിപ്പുവിനെ പറ്റി പറയണ്ട. ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാ അവിടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ. കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിലുണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേൾക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. മുതലയോ ചീങ്കണ്ണിയോ മറ്റോ ആകാം. എന്താണോ ഇത്? എന്താന്ന് നോക്കി ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കരയുവാണ്. അത് മനസ്സിലായി. ആ എന്താ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. ആ അതിന് ഒറ്റക്ക് എന്താ എടുക്കണ? ഒറ്റയ്ക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിൽ ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്. അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. നാട്ടുകാരെ, നിധി ഒറ്റക്ക്